തൃശൂർ ആളൂരിൽ പോലീസ് വാഹനമിടിച്ച സ്കൂട്ടർ യാത്രക്കാർക്ക് ഗുരുതര പരിക്ക്. ചാലക്കുടി സ്വദേശിയായ 16-കാരന്റെ നില അതീവ ഗുരുതരം. സ്കൂട്ടർ ഓടിച്ച 18-കാരനും ഗുരുതര പരിക്ക്. തൃണമൂൽ കോൺഗ്രസിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിലും വിമത നീക്കങ്ങൾ. ഒരാഴ്ചയ്ക്കുള്ളിൽ 16 MLA-മാർ വരെ പാർട്ടി വിട്ടേക്കും. 6 MP-മാരും വിമതപക്ഷത്തെത്തുമെന്ന് അഭ്യൂഹം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണയുടെ ചോദ്യം ചെയ്യൽ നാളെ. CMRL MD ശശിധരൻ കർത്തയും ഭാര്യയും മകനും ഇന്ന് ഹാജരായി. മകളെ ഇന്നലെ ചോദ്യം ചെയ്ത് ED. ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന് മുകളിൽ നിറവ്യത്യാസം ചൂണ്ടിക്കാട്ടി ഭക്തർ. നെയ്യൊഴിച്ചതെന്ന സംശയം. തിരുവാഭരണ കമ്മീഷണർ അടക്കം പരിശോധന നടത്തി. ദേവസ്വം ബോർഡ് സ്ഥലം മാറ്റങ്ങളിൽ അപാകതയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് പ്രസിഡന്റ് ഡോക്ടർ K. ജയകുമാർ. തെരഞ്ഞെടുപ്പിൽ തെറ്റിയെന്ന് തുറന്നു പറഞ്ഞ് മുൻ വ്യവസായ മന്ത്രി P. രാജീവ്. LDF അല്ലാതെ മറ്റാരുണ്ട് മുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി. വെള്ളാപ്പള്ളിക്കെതിരായ നിലപാടിൽ വീഴ്ച പറ്റി. സ്വർണ്ണക്കൊള്ളയിൽ യഥാസമയം നടപടിയെടുക്കേണ്ടിയിരുന്നു. വികസന പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ സഹായിക്കുമെന്ന വിലയിരുത്തൽ തെറ്റിയെന്നും രാജീവ്. ഇടതുപക്ഷത്തെ ശുദ്ധീകരിക്കാൻ തുനിഞ്ഞിറങ്ങി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പാർട്ടിക്കുള്ളിൽ സധൈര്യം ചോദ്യം ചോദിക്കാൻ CPM CPI പ്രവർത്തകർക്ക് കഴിയണം. ചോദ്യങ്ങളിൽ പരിസ്ഥിതിയും ലിംഗസമത്വവും ഉണ്ടാകണം. മാർക്സിസ്റ്റുകാർ മാർക്സിസ്റ്റ് മൂല്യങ്ങൾ മറക്കരുതെന്നും ഓർമ്മപ്പെടുത്തൽ. ഷിഗല്ല ബാധിച്ച് സംസ്ഥാനത്ത് 5 പേർ മരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി. ഈ മാസം റിപ്പോർട്ട് ചെയ്തത് 70 ഷിഗല്ല കേസുകൾ. മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയെന്നും K. മുരളീധരൻ. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ നില ഗുരുതരമായി തുടരുന്നു. നടി അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിന്റെ മൊഴിയെടുത്തു. ആരോപണം തള്ളി താരം. അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ല. തന്നെ മതം മാറ്റാൻ ശ്രമിച്ചെന്ന് ആരോടും പറഞ്ഞിട്ടില്ലെന്നും കടവന്ത്ര പോലീസിനോട് ടിനി ടോം. സമവായത്തിലെത്താതെ പാലാ നഗരസഭയിലെ അധികാര തർക്കം. കോൺഗ്രസ് തീരുമാനത്തിന് വഴങ്ങാതെ 3 കൌൺസിലർമാർ. അനുസരിച്ചില്ലെങ്കിൽ കടുത്ത നടപടിയെന്ന് മുന്നറിയിപ്പ്. സ്വതന്ത്ര മുന്നണിയുമായി ധാരണയിലെത്തിയെന്ന DCC അവകാശവാദത്തിലും അവ്യക്തത. ടെലഗ്രാമിന് ഇന്ത്യയിൽ താൽക്കാലിക നിയന്ത്രണം. നടപടി 21-ന് നടക്കുന്ന നീറ്റ് പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോരാതിരിക്കാൻ. നിയന്ത്രണം 22 വരെ. 30-ാം തീയതി വരെ മെസ്സേജ് എഡിറ്റിംഗും പാടില്ല. ചില ടെലഗ്രാം ചാനലുകൾ നീക്കം ചെയ്തും കേന്ദ്ര ഇലക്ട്രോണിക് ആൻഡ് IT മന്ത്രാലയം. നടപടി സ്വാഗതം ചെയ്ത നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കയ്യും വീശി ചെന്നാൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇനി കഫ് സിറപ്പ് കിട്ടില്ല. ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധമാക്കി. ഷെഡ്യൂൾ മരുന്നുകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. അമിതോപയോഗം തടയാനുള്ള നടപടിയെന്ന് വിശദീകരണം. വെള്ളിയാഴ്ച അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഒപ്പിടാനിരിക്കെ അവസാന നിമിഷം ഇടഞ്ഞ് ഇസ്രയേൽ. വ്യവസ്ഥകൾ അംഗീകരിക്കാനാവില്ലെന്ന് വാദം. ലബനനിൽ നിന്ന് സേനയെ പിൻവലിക്കില്ല. ഹോർമുസിലെ ടോൾ പിരിവ് തുടരുമെന്ന് ഇറാൻ. നാവികോപരോധം നീക്കിയെങ്കിലും കപ്പൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാകാൻ ദിവസങ്ങളെടുക്കും. നാളെ ലോകകപ്പിൽ ഇതിഹാസങ്ങളുടെ പോരാട്ടം. അർജന്റീനയും പോർച്ചുഗലും നാളെ കളത്തിൽ. അൾജീരിയ അർജന്റീനയുടെ എതിരാളികൾ. പോർച്ചുഗൽ കോങ്കോയോട് ഏറ്റുമുട്ടും. അമേരിക്കൻ മണ്ണിൽ ന്യൂസിലൻഡിനെതിരെ ഇറാന് സമനില.